The Real FM 103.6. ശ്രദ്ധ. വെറും 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കൊരു യാത്ര വിമാനത്തിലോ ട്രെയിനിലോ അല്ല, റോഡ് വഴി സാധ്യമാക്കുകയാണ്. മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന 6 വരി പാതയാണ് സംസ്ഥാനത്ത് സജ്ജമാകാൻ പോകുന്നത്. പരമ്പരാഗതമായി നമ്മൾ റോഡരികിൽ കണ്ട കാഴ്ചകൾ, കെട്ടിടങ്ങൾ, പെട്രോൾ പമ്പുകൾ, കടകൾ എന്നിവയൊന്നും ഇനിയില്ല. ഇവയെല്ലാം തന്നെ സർവീസ് റോഡിൽ മാത്രമാണ് കാണാൻ കഴിയുക. ഗതാഗത കുരുക്കുകളൊന്നുമില്ലാതെ സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ സ്വപ്നപാത 2027ഓടെ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. ആക്സസ് കൺട്രോൾഡ് എന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് ഉള്ള ഒരു ഡിസൈനാണ്. ഈ ആക്സസ് കൺട്രോൾഡ് ആയി വരുമ്പോഴേ അപകട നിരക്ക് കുത്തനെ കുറയും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ഡയറക്ടർ ഉപേന്ദ്ര നാരായണൻ. ലോക്കൽ ട്രാഫിക്കിനും സ്ലോ മൂവിംഗ് ട്രാഫിക്കിനും വേണ്ടിയാണ് ഈ 6 വരി പാതയുടെ വശങ്ങളിലുള്ള സർവീസ് റോഡുകളുടെ വശത്ത് കാൽനടപ്പാതയുണ്ട്. അത് ഡ്രെയിനേജിന്റെ മുകളിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. അത് കഴിഞ്ഞ 3 മീറ്റർ പ്ലസ് 3 മീറ്റർ 6 മീറ്റർ വീതിയുള്ള ഒരു റോഡുണ്ട്. അത് ടു ആൻഡ് ഫ്രോ ആണ്. 2 വശത്തേക്കും നമുക്ക് പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കോൺക്രീറ്റ് ബാരിക്കേഡ് വെച്ചേക്കാണ്. ഏകദേശം 1.25 മീറ്ററിൽ പെഡസ്ട്രിയൻസിന് കടക്കാനും പറ്റില്ല, വാഹനങ്ങൾക്ക് കടക്കാനും പറ്റാത്ത രീതിയിൽ കാരേജ് വേ എന്ന് പറയും. അതായത് 6 വരി പാതയിലാണ് ഈ 3 ലെയിൻ ഉണ്ട്. അപ്പൊ ഈ 3 ലെയിനിന്റെ ഏറ്റവും ഇടതുവശത്തുള്ളതാണ് ഈ ബാരിക്കേഡ് വെച്ച് ആക്സസ് കൺട്രോൾഡ് ചെയ്തേക്കുന്നത്. അത് കോൺക്രീറ്റ് വെച്ചിട്ടുള്ള ഒരു ബാരിക്കേഡാണ്. പിന്നെ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് സ്ലോ മൂവിംഗ് വെഹിക്കിൾസ് ആണ്. ഏതൊക്കെയാണ് സ്ലോ മൂവിംഗ് വെഹിക്കിൾസ് എന്ന് വെച്ചാൽ ലോറികൾ, ബസ്സുകൾ, അങ്ങനെയുള്ള ഹെവി വാഹനങ്ങൾ, മൾട്ടി ആക്സിൽ ട്രെയിലറുകൾ, ടിപ്പർ ലോറികളെല്ലാം ആദ്യത്തെ ലൈനിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. അത് നിശ്ചിത വേഗത പരിധി ഓരോ സ്റ്റേറ്റിലും ഓരോ ലീഗൽ സ്പീഡാണ്. ഇപ്പൊ കേരളം നോട്ടിഫൈഡ് സ്പീഡ് സോൺ ആണ്. അപ്പൊ ഇവിടെ 60 കിലോമീറ്റർ തൊട്ട് 70 കിലോമീറ്റർ വരെയുള്ള വേഗതയാണ് ലൈൻ നമ്പർ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്ന കാറുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. 100 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന കാറുകൾ, ആംബുലൻസുകൾ, SUV-കൾ, അങ്ങനെയുള്ള ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസ് ആണ് ലൈൻ നമ്പർ 2. ലൈൻ നമ്പർ 3 എന്ന് പറയുന്നത് ഓവർടേക്കിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് ഇപ്പം നമ്മളിപ്പോ 100 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു കാറിനെ അത്യാവശ്യക്കാരന് ലൈൻ നമ്പർ 3യിലൂടെ ഓവർടേക്ക് ചെയ്യാം. ചിലപ്പോൾ അയാൾ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കാം, എയർപോർട്ടിൽ പോകുന്നതായിരിക്കാം. അപ്പൊ അദ്ദേഹം ആ പിഴ അടച്ചോളും. അതായത് എക്സസീവ് സ്പീഡിങ്ങിന്റെ, ഓവർ സ്പീഡിങ്ങിന്റെ പിഴ അടയ്ക്കാൻ അയാൾ തയ്യാറാകുമ്പോൾ അയാൾ അതിലെ പോകട്ടെ, അയാളെ സ്പീഡ് ക്യാമറകൾ പിടിക്കും, അയാൾ ഫൈൻ അടയ്ക്കും. എന്നാലും നമുക്ക് അനുവദിച്ചിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ മിഡിൽ ലൈൻ ആണ്. അതേപോലെ തന്നെ 1, 2 ലൈൻ ഫുൾ ആയി കഴിഞ്ഞാൽ കാറുകൾക്ക്, SUV-കൾക്ക് 3ാമത്തെ ലൈനിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോകാം. പക്ഷെ പിന്നെ നിന്ന് എമർജൻസി വരുന്ന ഒരു വാഹനം ഹെഡ്ലൈറ്റ് ക്ലിയർ ചെയ്താലോ ഹോൺ അടിച്ചാലോ നമ്മൾ 2ാം ലൈനിലേക്ക് മാറണം. പിന്നെ സർവീസ് റോഡിലെ ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്ലോ മൂവിംഗ് ലോക്കൽ ട്രാഫിക് എല്ലാം അതിലേ പോകണം. അതായത് സ്റ്റേജ് കാരിയർ, പ്രൈവറ്റ് ബസ്സുകൾ, സ്റ്റോപ്പ് ടു സ്റ്റോപ്പ് നിർത്തുന്ന KSRTC ബസ്സുകൾ എല്ലാം സർവീസ് റോഡിൽ കൂടെ പോകണം. കൂടാതെ ബൈക്ക്, ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വാഹനങ്ങളും സർവീസ് റോഡിലെ ലൈനിലൂടെ മാത്രം പോകണം. ഇടയ്ക്ക് അവർക്ക് നിർത്തി സ്റ്റോപ്പിൽ ആളെ ഇറക്കാം, വീണ്ടും പോകാം. ഒരിക്കലും ഈ 6 വരി പാതയിൽ വാഹനങ്ങൾ നിർത്താനോ സ്റ്റോപ്പ് ചെയ്യാനോ പാർക്ക് ചെയ്യാനോ പാടില്ല. ട്രാഫിക് ഫ്ലോ സ്മൂത്ത് ആയിട്ട് 100 കിലോമീറ്ററിലും 80 കിലോമീറ്ററിലും ഒക്കെ പോകുമ്പോഴാണ് നമുക്ക് ഈ റോഡ് ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി വിദേശ ഡിസൈനിൽ ഉണ്ടാക്കിയിരിക്കുന്ന റോഡുകൾ പോലെ നമുക്ക് അത്യാവശ്യം വേഗത്തിൽ പോകാനുള്ള റോഡുകൾക്ക് മാർഗ തടസ്സം ഉണ്ടാകാതിരിക്കാനും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എത്താനുമാണ് ഇങ്ങനെയുള്ള ആധുനിക ഡിസൈൻ ചെയ്തിരിക്കുന്ന റോഡുകൾ. 6 വരി പാതയോടനുബന്ധിച്ച് ഇനിയും കൂടുതൽ സർവീസ് റോഡുകൾ ആവശ്യമാണെന്ന് തിരൂരങ്ങാടി നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ. ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡ് അവർ ടാറിംഗ് നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അണ്ടർപാസുകൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന സർവീസ് റോഡ് അനുബന്ധമായുള്ള അമ്പുകൾ ഇപ്പോൾ പലയിടത്തും എടുത്തു കളഞ്ഞപ്പോൾ ഇപ്പോൾ അതിന്റെ ഭാഗമായി ഒരുപാട് അപകടങ്ങൾ തുടർക്കഥയായിരിക്കുകയാണ്. അണ്ടർപാസിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലെ കടന്നു വരുന്ന വാഹനങ്ങളെ കാണാതെ വലിയ അപകടത്തിലേക്ക് നിത്യണമെന്നാണ്
ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് ഇപ്പോൾ പരിക്ക് പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു തുടർക്കഥയാണ്. ദേശീയപാത അതോറിറ്റിയുടെയും KNRCയുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പരിഹാര നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് ഒരിടത്ത് മാത്രം പ്രശ്നമല്ല. ദേശീയപാത കടന്നു പോകുന്ന സർവീസ് റോഡിലൂടെയുള്ള അമ്പുകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളിൽ അമ്പുകൾ അടിയന്തരമായി സ്ഥാപിച്ചില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങൾക്കിടയാക്കും. അതുപോലെ തന്നെ ദേശീയപാതയിൽ കടക്കാനുള്ള വഴികളുടെ കുറവ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡും തദ്ദേശ റോഡുകളുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ടാറിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ കടന്ന് പോവാൻ കഴിയാത്ത രീതിയിൽ സർവീസ് റോഡ് നിർമ്മിച്ചപ്പോൾ അവർ അതിന്റെ അനന്തരമായ ബാക്കി കാര്യങ്ങൾ നോക്കാതെയാണ് പലയിടങ്ങളിലും സർവീസ് റോഡ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ രീതിയിൽ പരിഹരിക്കാൻ കഴിയാവുന്ന വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പൊ ഡ്രെയിനേജിന്റെ വിഷയം പലയിടത്തും ഈ ഒരു ഔട്ട്ലെറ്റ് ഇട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ വെള്ളം റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മേൽപ്പാലങ്ങൾ, അണ്ടർപാസുകൾ ഇനിയും വേണ്ടതുണ്ട്. ഫുട് ഓവർ ബ്രിഡ്ജുകൾ ആവശ്യമായ സ്ഥലങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഇപ്പോൾ സ്കൂളുകൾ, മദ്രസകൾ, സർക്കാർ സ്ഥാപനങ്ങൾ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം പോകുവാൻ. അത്തരം പ്രദേശങ്ങളിൽ അത്തരം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ്, നടപ്പാത ഒന്നുണ്ടാക്കുകയാണെങ്കിൽ ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് അപ്പുറവും ഇപ്പുറവും പ്രവേശിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും. ഇതിലൂടെ പോകുന്ന ബസ്സുകൾക്ക് ആളെ ഇറക്കാനും കയറ്റാനും സർവീസ് റോഡുകൾ കൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. ഒപ്പം ദേശീയപാത ടോളും കൊടുക്കണം. പ്രതികരണം കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഏലിക്കുന്നന്റേത്. ഈ 6 വരി പാതയിൽ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ബസ് സ്റ്റോപ്പുകൾ സർവീസ് റോഡിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ സർവീസ് റോഡിൽ ഈ ആളുകളെ ഇറക്കാനും കയറ്റാനും സർവീസ് റോഡുകളിലൂടെയും യാത്ര ചെയ്യണം. ഇടക്കിടക്ക് ഹൈവേയിലേക്ക് കയറും വേണ്ടി വരും, 6 വരി പാതയിലേക്ക് കയറും വേണ്ടി വരും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സമയനഷ്ടം വരും. അതേസമയം ടോള് ഞങ്ങൾ കൊടുക്കും വേണം. കാരണം ടോളിന്റെ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാവില്ല. ടോള് ഞങ്ങൾ കൊടുക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ സർവീസ് റോഡുകളിൽ കുറഞ്ഞ വീതി ഉണ്ടാവുള്ളല്ലോ. അപ്പോ സുഖമായിട്ട് സർവീസ് നടത്താൻ ബസ്സുകൾക്ക് കഴിയില്ല. അതിൽ ദീർഘദൂര ബസ്സുകൾ ഉണ്ടാവും, ലോക്കൽ ബസ്സുകൾ ഉണ്ടാവും. ലോക്കൽ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ ആളുകളെ കയറ്റി ഇറക്കി പോകുന്ന ബസ്സുകളായിരിക്കും. എന്നാൽ ഒരു ബസ്സിന് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള വീതി സർവീസ് റോഡുകളിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ദീർഘദൂര ബസ്സുകൾ ഈ ലോക്കൽ ബസ്സിന്റെ ബാക്കിൽ കുടുങ്ങിയാൽ 6 വരി പാതയിലേക്ക് കയറുന്ന എക്സിറ്റ് വരെ ഇവരെ ബാക്ക് പിടിച്ചു പോകണം. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പ്രയാസം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഈ സർവീസ് റോഡ് നല്ല സൗകര്യമാക്കിയിട്ട് ബസ്സുകൾക്ക് സൗകര്യമാക്കണം. വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള രീതി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു സൊല്യൂഷൻ. ഞങ്ങൾ ടോള് കൊടുക്കണം വലിയൊരു എമൗണ്ട്. അതായത് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 6-8 ട്രിപ്പൊക്കെ ഉണ്ടാവും. ഇവരൊരു ട്രിപ്പിനാണ് ടോള് വാങ്ങുക, അല്ലാണ്ട് ഒരു ദിവസത്തേക്കില്ല. 6 ട്രിപ്പുള്ള വണ്ടിക്കാണ് ഈ 6 ട്രിപ്പിന് ഞങ്ങൾ കാശ് കൊടുക്കണം. അത് വലിയൊരു എമൗണ്ട് വരും. അതേസമയം വരുമാനം കുറയാനാ പോണത്. അരീക്കാട് കോട്ടക്കൽ റൂട്ടിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഡോക്ടർ പത്മനാഭന് പറയാനുള്ളത് പുതിയ പാതയിലെ സമയലാഭത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ കാലിക്കറ്റ് അരീക്കാട് നിന്ന് കോട്ടക്കലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ആദ്യങ്ങളിലൊക്കെ നല്ല സമയം എടുത്തിരുന്നു. പിന്നെ റോഡ് പണി തുടങ്ങിയപ്പോ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് വരുന്നതുകൊണ്ട് കുറച്ച് വൈകും. ഇപ്പൊ ആദ്യത്തെ 1.5 മണിക്കൂറുള്ളത് 40 മിനിറ്റായി ചുരുങ്ങിയിട്ടുണ്ട് ഇപ്പൊ പുതിയ പണി കഴിഞ്ഞതിന് ശേഷം. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഈ പുതിയ റോഡിൽ കൂടെ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഫേസ്ബുക്കിലും മറ്റും മസ്റ്റായിട്ട് കൊടുത്ത് ചിലപ്പോൾ കാണാറുണ്ട്. അതിനനുസരിച്ച് നോക്കുമ്പോൾ മിക്കവാറും ചില ആൾക്കാർക്കൊന്നും വണ്ടി പോകുന്നത് ഏത് രീതിയിലാണെന്നുള്ളതിനെ പറ്റി ധാരണ ഇല്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. ട്രക്കൊക്കെ പോകുന്നത് എക്സ്ട്രീം ലെഫ്റ്റ് ആയിട്ട് പോകണമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ ചില ട്രക്കൊക്കെ റൈറ്റ് സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ നിയമം പാലിച്ചുകൊണ്ട് പോകാൻ ശരിക്കും ആ നിയമാനുസൃതമായിട്ടുള്ള ബോർഡ് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എവിടെയെങ്കിലും വെക്കുന്നത് നന്നാവും. പൊതുവിലുള്ള അനുഭവം എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും സുഖമായിട്ട് പോയി പോരാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്കൊരു ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ എത്തണം എന്നൊക്കെ കരുതിയാൽ അത് എത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോ മറ്റേത് ഇപ്പൊ ഒരാളോട് ഇത്ര മണിക്ക് അവിടെ എത്തുന്നു പറയുക പറ്റൂലായിരുന്നു. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ടൈമിന് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പൊ സർവീസ് റോഡിലേക്ക് കയറുന്നത് ഇപ്പോ എടരിക്കോട്ടേക്കുള്ള ബോർഡ് വെച്ച ഭാഗത്തുനിന്ന് തിരൂരോട്ടേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് മാത്രമാണ് മിക്കവാറും ബ്ലോക്ക് വരാറ്. എന്നുവെച്ചാൽ അവിടെ ഒരു പോലീസുകാരെയും നിർത്തിയാലും അവിടുന്ന് ഇവിടുന്ന് വരുന്നവരെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. അവിടെ പോലീസൊന്നും ഉണ്ടാവാറില്ല. പിന്നെ വരുന്നവരുടെ യുക്തിക്കനുസരിച്ച് അങ്ങനെയാണ് കുത്തിത്തിരക്കി പോവുക. അവിടെ മാത്രമേ ഒരു ബ്ലോക്ക് ഉണ്ടാവാറുള്ളൂ ഇപ്പൊ പോകുന്ന സമയത്ത്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധം വേഗതയും സമയലാഭവുമാണ് പണി പൂർത്തിയാകുന്നതോടെ പുതിയ 6 വരിപ്പാത കേരളത്തിന് നൽകുക എന്ന കാര്യത്തിൽ സംശയമില്ല. വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നതും അപകടങ്ങൾ കുറയുമെന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിലൂടെയുള്ള നിയമങ്ങൾ തെറ്റിക്കുന്നതും അശ്രദ്ധയും അപകടം വിളിച്ചുവരുത്തും. അപകടങ്ങൾ സംഭവിച്ചാൽ അതിന്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും. സ്ഥലപ്പേരുകൾക്കും ജംഗ്ഷനുകൾക്കും പകരം ചെയിനേജ് നമ്പറുകൾ അനുസരിച്ചാവും വാഹനത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്തുക.
റോഡ് കടന്നുപോകുന്ന ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതയും ആവശ്യങ്ങളും കണ്ടറിഞ്ഞുള്ള സർവീസ് റോഡുകൾ, ഫുട് ഓവർ ബ്രിഡ്ജുകൾ, മേൽപ്പാലങ്ങൾ, സൈൻ ബോർഡുകൾ എന്നിവയൊക്കെ സജ്ജമാകുന്നതോടെ പുതിയൊരു ഗതാഗത സംസ്കാരമാകും ഈ പാത നമുക്ക് തുറന്നു തരുന്നത്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.